Hello, this is ASR from Race Education. ഇപ്പോൾ നമ്മുടെ zoology പ്രാക്ടിക്കലിന് രണ്ട് മേജർ എക്സ്പെരിമെന്റ്സ് ആണ് ഉള്ളതല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് ബ്ലഡ് സ്മിയറിന്റെ പ്രിപ്പറേഷൻ ആണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ചീക്ക് എപ്പിത്തീലിയത്തിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ബ്ലഡ് സ്മിയറിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീക്ക് എപ്പിത്തീലിയത്തിന്റെ സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അറിയാലോ, 2 സ്കോറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചീക്ക് എപ്പിത്തീലിയത്തിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അത് ഇൻവിജിലേറ്റർക്ക് കാണിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 മാർക്ക് ഉണ്ട്. പിന്നെ 1 മാർക്ക് എന്ന് പറയുന്നത് ഒരൊറ്റ ചീക്ക് സെല്ല് നമുക്ക് വരയ്ക്കാനുണ്ടാവും. ഓക്കെ, എന്നിട്ട് അതിന്റെ പാർട്സ് നമുക്ക് ലേബൽ ചെയ്യാനുണ്ടാവും. അതിനാണ് 1 മാർക്ക്. ടോട്ടൽ 2 മാർക്സ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റിന് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ചീക്ക് എപ്പിത്തീലിയത്തിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് ആവശ്യ സാധനങ്ങൾ എന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ലൊരു ക്ലീൻ സ്ലൈഡ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കവർ സ്ലിപ്പാണ്. നമുക്ക് കവർ സ്ലിപ്പ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് നീഡിൽ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഈ ഒരു ചീക്ക് സെൽസ് എടുക്കുന്നത് അവരുടെ വിരൽ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ക്ലീൻ ആയിട്ടുള്ള വിരൽ വേണം വായയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. വിരൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ചീക്ക്, റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ചീക്ക് നന്നായിട്ട് സ്ക്രാച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടിഷ്യൂസ് അല്ലെങ്കിൽ ആ സെൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലൈഡിന്റെ ഏകദേശം സെന്ററിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് നിങ്ങൾ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ടൂത്ത് പിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ടൂത്ത് പിക്കിൽ എന്ത് വന്നിട്ടുണ്ടാവും, നമ്മളെ ആ ചീക്ക് സെൽസ് വന്നിട്ടുണ്ടാവും അല്ലെ, അത് എന്ത് ചെയ്യാം, വളരെ സൂക്ഷിച്ച് നമ്മുടെ ഈ ഒരു സ്ലൈഡിന്റെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് സ്റ്റെയിൻ, മെത്തിലീൻ ബ്ലൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ലീഷ്മാൻ സ്റ്റെയിൻ ആയിരുന്നു ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തിലീൻ ബ്ലൂ സ്റ്റെയിൻ ആണ്. അപ്പൊ രണ്ടും ഡൈല്യൂട്ട് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട സ്റ്റെയിനുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെത്തിലീൻ ബ്ലൂ വേണം. പിന്നെ നമുക്ക് എന്ത് വേണം, ജസ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ ആവശ്യമുണ്ട്. പിന്നെ ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് നമുക്ക് എന്തായാലും വേണം. നമ്മൾ സെൽസ് ആണ് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് അല്ലേ, മൈക്രോസ്കോപ്പിക് സെൽസ് ആണ് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അപ്പം മൈക്രോസ്കോപ്പ് വേണം. ഓക്കെ, അപ്പൊ ബ്ലഡ് സ്മിയറിനാണെങ്കിലും അതേപോലെ ചീക്ക് എപ്പിത്തീലിയത്തിനാണെങ്കിലും നമുക്ക് എന്ത് വേണം, മൈക്രോസ്കോപ്പ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ള സ്ലൈഡ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ടൂത്ത് പിക്ക് എടുക്കുക. ഓക്കെ, ഞാൻ ടൂത്ത് പിക്ക് ആണ് യൂസ് ചെയ്യുന്നത്, എനിക്കിതാണ് കൺവീനിയന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ചീക്ക്, ഒരു കവിൾ എന്ത് ചെയ്യുക, ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെൽസ് ഈ ഒരു ടൂത്ത് പിക്കിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സ്ലൈഡിന്റെ സെന്ററിലായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. സ്ലൈഡിന്റെ സെന്ററിലായിട്ട് പരത്തി കൊടുക്കുക. ഇത് കളർഫുൾ ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് എവിടെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തതെന്ന് മനസ്സിലാവില്ല. സോ നിങ്ങളത് വളരെ ശ്രദ്ധാപൂർവം തന്നെ നോട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് നിങ്ങളൊന്ന് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റെയിൻ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ മെത്തിലീൻ ബ്ലൂ എന്ത് ചെയ്യുക, ഒരു 2 to 3 ഡ്രോപ്സ് എവിടെയാണോ നിങ്ങൾ ഈ ഒരു സെൽസ് ഇങ്ങനെ പരത്തി കൊടുത്തത് ആ ഭാഗത്ത് തന്നെ 2 to 3 ഡ്രോപ്സ് ഓഫ് സ്റ്റെയിൻ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റെയിൻ ആഡ് ചെയ്തു. യെസ്, സ്റ്റെയിൻ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റെയിൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു കവർ സ്ലിപ്പ് എടുക്കുക. ഈ കവർ സ്ലിപ്പ് നേരെ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു നീഡിൽ എടുക്കുക. ഈ നീഡിലിന്റെ ഹെൽപ്പോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, യെസ്, നീഡിലിന്റെ ഹെൽപ്പോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യാൻ. ഓക്കെ, കവർ സ്ലിപ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ, അതായത് നീഡിലിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യുക. കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എയർ ബബിൾസ് ഉള്ളിൽ കുടുങ്ങാനായിട്ട് പാടില്ല. ഓക്കെ, എയർ ബബിൾസ് കുടുങ്ങാൻ പാടില്ല. അപ്പൊ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സെൽസ് അല്ല കാണുക, എയർ ബബിൾസ് ആയിരിക്കും കാണുക. അപ്പൊ എയർ ബബിൾസ് കുടുങ്ങാത്ത രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു സ്ലൈഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഒരു കോട്ടണോ ടിഷ്യോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ എക്സസ് സ്റ്റെയിൻ ഉണ്ടല്ലോ ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സസ് സ്റ്റെയിൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, വളരെ സൂക്ഷിച്ച് ഈ എക്സസ് സ്റ്റെയിൻ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. യെസ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. ക്ലീൻ ആയിട്ടുള്ള സ്ലൈഡ് മാക്സിമം പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നമുക്ക് ഇൻവിജിലേറ്റർ എങ്ങനത്തെ ആളാന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഓക്കെ പോട്ടേന്ന് വെക്കും, ചില ആൾക്കാർ അങ്ങനെയല്ല, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. നല്ല ക്ലീൻ സ്ലൈഡ് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. സോ നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ലൈഡ് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ അത് ഒബ്സർവ് ചെയ്യാൻ.
സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ് എടുക്കുക. ആദ്യം നിങ്ങൾ ലൈറ്റ് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈറ്റ് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സ്ലൈഡ് ഒന്ന് വെച്ചു കൊടുക്കുക. സ്ലൈഡ് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. യെസ്, സ്ലൈഡ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു നോബ് ഉണ്ടാവല്ലോ, ഈ നോബ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലെൻസ് ഫോക്കസ് ചെയ്യാൻ. സെൽസ് കാണുന്നുണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്താണ് സെൽസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കൂട്ടം സെൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി, ലോ പവറിൽ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലോ പവറിലാണ് നോക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെൽസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ സെൽസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻവിജിലേറ്റർ വിളിക്കുക. ഇൻവിജിലേറ്റർ വിളിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഹൈ പവറിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഹൈ പവറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും 1-2 സെൽസിന്റെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ആ ഒരു ലോ പവറിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 10-ൽ ഇട്ടിട്ട് തന്നെ ഇത് ഇൻവിജിലേറ്റർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് എന്തായാലും ഒരു ചീക്ക് സെല്ല് വരയ്ക്കാൻ പറയും. വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീക്ക് എപ്പിത്തീലിയത്തിന്റെ സ്ലൈഡ് പ്രിപ്പറേഷൻ. അപ്പൊ ഇത് രണ്ടും കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അതായത് ബ്ലഡ് സ്മിയറും ചീക്ക് സെല്ലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കുട്ടികൾ വിചാരം. അതൊന്നുമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സമയം എടുത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് കുറെ എഴുതാനുണ്ട്. അപ്പം ഒരൊറ്റ ഒരു എക്സ്പെരിമെന്റിൽ മാത്രം നിങ്ങളെ സമയം കളഞ്ഞു പോകരുത്. ഓക്കെ, സോ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അതായത് ഭയങ്കര പേടിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അയ്യോ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അവരോടൊക്കെ ഈ ഒരു വീഡിയോ കാണാൻ പറയാം. ഇനിയും നമ്മളെ ബാക്കി ടെസ്റ്റുകളുടെയും എക്സ്പെരിമെന്റ്സിന്റെ ഒക്കെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഒരു പേടിയും വേണ്ട, നമ്മൾ എന്തായാലും പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങും. എഴുതുന്നുണ്ട് കൂടെ. ആൻഡ് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്സ് ഒക്കെ എത്രയാണ് കിട്ടിയത്, അതായത് മാർക്സ് എന്നല്ല, നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തു. ചില ആൾക്കാർ മാർക്സ് ഒക്കെ അറിയും കേട്ടോ, എന്നാൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ പ്രാക്ടിക്കൽ എക്സാമിന് എല്ലാവർക്കും ഓൾ ദ വെരി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.